അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് തെറ്റുകൂടാതെ കുറേശ്ശെ ഓതി ഖത്മ തീർക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നാം ഈ ഖത്മുൽ ഖുർആൻ മജ്ലിസിൽ ചേർന്നുകൊണ്ട് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നത്. പല ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം, ഉപ്പമാരെ സംബന്ധിച്ചിടത്തോളം ഈ മദ്രസ കാലഘട്ടമൊക്കെ കഴിയുമ്പോൾ ഖുർആൻ ഓതാൻ ഒരു പേടിയാണ്. ഖുർആൻ ഓതുന്നത് തെറ്റുണ്ടാവോ, തെറ്റ് പറഞ്ഞാൽ ആരും ഇല്ലല്ലോ പറഞ്ഞു തരാൻ എന്നൊക്കെ ഭയന്നുകൊണ്ട് ഖത്മ് ഓതാൻ മടി കാണിച്ചിരുന്ന ആളുകളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ അവർക്കൊക്കെ ഒരു ധൈര്യം എന്നുള്ള നിലക്കാണ് നമ്മൾ ഈ ഖത്മുൽ ഖുർആൻ മജ്ലിസ് തുടങ്ങിയത്. പുണ്യമദീനയിൽ അറബി ഉസ്താദുമാരിൽ നിന്നൊക്കെ ഖിറാഅത്തിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ കരസ്ഥമാക്കിയ, ഒരുപാട് കാലം വിദേശത്തൊക്കെ ജോലി ചെയ്ത ബഹുമാനപ്പെട്ട ഹാഫിൽ അഹമ്മദ് നസീം ബാക്കി ഉസ്താദിൻ്റെ ഖിറാഅത്ത് ആദ്യം മുതൽ നമ്മളൊരു പേജ് ഇട്ട് ആ ഒരു പേജ് ഖിറാഅത്ത് കുറേശ്ശെ നമ്മൾ പലവട്ടം ഓതി അതിൽ തെറ്റ് തിരുത്തി അങ്ങനെ ഒരു പേജ് ഓതി പഠിച്ചാണ് നമ്മൾ 4.5 കൊല്ലം മുമ്പ് ഈ ഖത്മ് മജ്ലിസ് തുടങ്ങിയത്. ഇന്ന് അൽഹംദുലില്ലാഹ് ഒരു പേജ് കഴിഞ്ഞു, അത് 2 പേജായി, പിന്നെ അത് 2 ഏടായി, പിന്നെ അതൊരു ജുസ് നമ്മൾ പലവട്ടം റമളാനും മുഹറത്തിലൊക്കെ ഓതി ഖത്മ് തീർക്കുന്ന ഒരു സംവിധാനമൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അത് യൂട്യൂബിലുള്ള ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം നമുക്കത് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. എന്നിരുന്നാലും അൽഹംദുലില്ലാഹ് ഖത്മിൻ്റെ 6ാം ഘട്ടത്തിലാണ് നാം ഉള്ളത്. അത് ഉസ്താദിൻ്റെ ഓത്ത് കേട്ട് പലവരും 1, 2, 3, 6 വരെ വട്ടം തിരിച്ചു ഓതി 6 ഖത്മ് പൂർത്തിയാക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അൽഹംദുലില്ലാഹ്, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. പരിശുദ്ധ ഖുർആൻ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന ഗ്രന്ഥം എന്ന് പറയുന്നത് അത് പരിശുദ്ധമായ ഖുർആൻ ഷരീഫാണ്. അള്ളാഹിൻ്റെ സംസാരമായ ഖുർആനാണ്. ഒരു ഹർഫ് ഓതിയാൽ 10 പ്രതിഫലം മുതൽ അങ്ങോട്ട് നമ്മളുടെ ഭയഭക്തിയും നമ്മളുടെ അതിനോടുള്ള ബഹുമാനമൊക്കെ നോക്കിക്കൊണ്ട് പ്രതിഫലങ്ങൾ അള്ളാഹു ഏറെ വർദ്ധിപ്പിച്ച് നൽകുമെന്നാണ്. അത്തരത്തിൽ വായിച്ചാൽ പ്രതിഫലം കിട്ടുന്ന ഒരു ഗ്രന്ഥം, അതാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഓതുന്നത്, ഖത്മ് തീർക്കുന്നത്. അത് ആദ്യം മുതൽ അവസാനം വരെ ഓതി തീർക്കുന്നതിനാണല്ലോ ഖത്മ് എന്ന് പറയുന്നത്. അത്തരത്തിൽ ഒരുപാട് ഖത്മുകളൊക്കെ തീർക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് മുഅ്മിനീങ്ങളെ, റമളാൻ 1 നമ്മൾ ഓതിയ ഖത്മ് വഴങ്ങണം. പല ആളുകളും ഓതാൻ ബാക്കിയുള്ളത് ഓതണം. ഇന്നലെ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും ജുസുओ ഏതെങ്കിലും ഭാഗങ്ങളോ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് വാട്സപ്പിൽ ബന്ധപ്പെട്ടാൽ ഖുർആൻ 30 ജുസിൻ്റെയും ലിങ്ക്, ഒരു ജുസിന് ഒരു ലിങ്ക് എന്നുള്ള രീതിയിൽ 30 ലിങ്ക് ഉണ്ട്, അത് വിട്ടു തരും. അതനുസരിച്ച് നിങ്ങൾക്ക് ഓതി തീർക്കാവുന്നതാണ്. അതുപോലെ ഖത്മ് ദുആക്ക് വേണ്ടി എല്ലാവരും ഒരുങ്ങേണ്ടതും ആ ഖത്മ് ദുആ മജ്ലിസിലേക്ക് ചീരണി സംഘടിപ്പിക്കേണ്ടതും, ആരുടെ പേരിലാണ്, ഭർത്താവിൻ്റെ പേരിലാണോ, ഉപ്പാൻ്റെ പേരിലാണോ, ഉമ്മാൻ്റെ പേരിലാണോ, ആരുടെ പേരിലാണോ ഖത്മ് ഓതുന്നതെങ്കിൽ അവരുടെ പേരിൽ എന്തെങ്കിലുമൊക്കെ ഹദിയകൾ ഒക്കെ നൽകുകയും ചെയ്യണം. ആ നൽകുന്നത് നമ്മളെ മക്കളറിയലെ, പേരക്കുട്ടികളറിയലെ, നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ അറിയലേ ആയിരിക്കണം അതൊക്കെ ചെയ്യേണ്ടത്. കാരണം ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊക്കെ മരണപ്പെട്ടു പോകുമ്പോൾ നമുക്ക് വേണ്ടി ഖത്മ് ഓതണമെന്നും നമ്മുടെ പേരിൽ സ്വതക്ക കൊടുക്കണം, ഹദിയ കൊടുക്കണമെന്നും നമ്മുടെ മക്കൾക്കും മരുമക്കൾക്കും പേരക്കുട്ടികൾക്കൊക്കെ നമ്മൾ മനസ്സിലാക്കി അത് ശീലിപ്പിച്ചു കൊണ്ടുവന്നാലാണ് നാളെ നമ്മളെ ഖബറിലേക്കും ഉപകരിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഞാനൊക്കെ മദ്രസയിൽ ഇവിടെ കുട്ടികളെ 1ാം ക്ലാസ് 2ാം ക്ലാസ് എന്നല്ല ഏത് ക്ലാസ്സിലാണെങ്കിലും അവരുടെ വാപ്പാരൊക്കെ ഗൾഫിൽ നിന്ന് വരുമ്പോൾ മക്കളോട് പറയും, മക്കളെ ഉസ്താദ്മാർക്ക് എന്തെങ്കിലുമൊക്കെ വല്ല മിഠായിയോ അത്തറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സന്ദേശമൊക്കെ കൊണ്ടു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ചെറുപ്പത്തിലെ അവരെ കൊണ്ട് ഉസ്താദുമാരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും, അതുപോലെ ക്ലാസ്സിലെ പാവപ്പെട്ട കുട്ടികളുണ്ടാകുമ്പോൾ അവർക്ക് എന്തെങ്കിലും നിങ്ങളെ വക പാപ്പ ഗൾഫിൽ നിന്ന് വന്നാൽ എന്തെങ്കിലുമൊക്കെ കൊണ്ടു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രേരിപ്പിക്കാറുണ്ട്. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? ഈ മക്കൾ വളർന്നു വന്നാൽ അവരുടെ മക്കളുണ്ടാകുമ്പോഴും അവർ ഗൾഫിൽ നിന്ന് വരുമ്പോൾ അവരുടെ മക്കളിൽ കൊടുത്തേക്കും, മക്കളെ ഇത് എൻ്റെ ഉസ്താദിന് കൊണ്ട് കൊടുക്കുക, അല്ല എൻ്റെ ക്ലാസ്സിലെ ഏതെങ്കിലും കുട്ടികളുണ്ട് അവർക്ക് കൊടുക്കുക, ഈ പേന പെൻസിൽ അല്ലെങ്കിൽ ഇന്നത്. ഇങ്ങനെ നമ്മൾ ചില വിഷയങ്ങൾ ശീലിപ്പിച്ചു കൊണ്ടുവരണം. നമ്മളെ വീട്ടിലേക്ക് എന്തെങ്കിലും ഒരു സാധനം, ഒരു പൊതി വാങ്ങിക്കൊണ്ട് വന്നാൽ അതിന് മിഠായി ആകാം, ചായൻ്റെ കടിയാകാം, പക്ഷെ അതൊക്കെ നമ്മൾ കൊടുക്കേണ്ടത് നമ്മളുടെ വീട്ടിലുള്ള ചെറിയ കുട്ടിയുടെ കയ്യിൽ കൊടുക്കണം. എന്നിട്ട് പറയണം, എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി പറയണം, ഒന്ന് മോനും എടുത്തോ എന്ന് പറയണം. ഇങ്ങനെ നമ്മൾ മക്കളെ ശീലിപ്പിച്ചു കൊണ്ടുവരണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പറഞ്ഞു വന്നത്, മരണപ്പെട്ടു പോയവരുടെ പേരിൽ നാം ഹദിയ കൊടുക്കണം. ഹദിയ സ്വതക്ക കൊടുക്കണം. സദക്ക കൊടുക്കുന്നത് നമ്മളെ നമ്മളുമായി കൂടുതൽ അടുത്ത ബന്ധമുള്ള ആളുകൾ അറിഞ്ഞു കൊടുക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സ്വതക്ക രഹസ്യമായിട്ടാണ് കൊടുക്കേണ്ടത്, സക്കാത്താണ് പരസ്യമായി കൊടുക്കേണ്ടത്. പക്ഷേ ഇത്
പരസ്യമായി മക്കളറിഞ്ഞു കൊടുക്കണമെന്ന് പറയുമ്പോൾ അത് നാളെ നമുക്കും അതിൻ്റെ ഒരു ഗുണം കിട്ടാൻ വേണ്ടിയാണ്. ഈ മക്കൾ നമ്മളെ കണ്ട് പഠിക്കാൻ വേണ്ടിയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഖുർആൻ പാരായണത്തിലേക്ക് കടക്കാം. Welcome to the Khatm al-Quran Majlis of MS Voice. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. عما يتساءلون عن النبأ العظيم الذي هم فيه مختلفون. كلا سيعلمون ثم كلا سيعلمون. ألم نجعل الأرض مهادا والجبال أوتادا وخلقناكم أزواجا وجعلنا نومكم سباتا وجعلنا الليل لباسا وجعلنا النهار معاشا وبنينا فوقكم سبعا شدادا وجعلنا سراجا وهاجا وأنزلنا من المعصرات ماء ثجاجا لنخرج به حبا ونباتا وجنات ألفافا. إن يوم الفصل كان ميقاتا يوم ينفخ في الصور فتأتون أفواجا وفتحت السماء فكانت أبوابا وسيرت الجبال فكانت سرابا. إن جهنم كانت مرصادا للطاغين مآبا لابثين فيها أحقابا لا يذوقون فيها بردا ولا شرابا إلا حميما وغساقا جزاء وفاقا. إنهم كانوا لا يرجون حسابا وكذبوا بآياتنا كذابا وكل شيء أحصيناه كتابا فذوقوا فلن نزيدكم إلا عذابا. إن للمتقين مفازا حدائق وأعنابا وكواعب أترابا وكأسا دهاقا لا يسمعون فيها لغوا ولا كذابا جزاء من ربك عطاء حسابا. رب السماوات والأرض وما بينهما الرحمن لا يملكون منه خطابا. يوم يقوم الروح والملائكة صفا لا يتكلمون إلا من أذن له الرحمن وقال صوابا. ذلك اليوم الحق فمن شاء اتخذ إلى ربه مآبا. إنا أنذرناكم عذابا قريبا يوم ينظر
المرء ما قدمت يداه ويقول الكافر يا ليتني كنت ترابا صدق الله العظيم. അള്ളാഹു സുബ്ഹാനഹു വതആല നാം ഈ ഓതിയ പരിശുദ്ധമായ ഖുർആൻ അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. എന്തെങ്കിലും പാകപ്പഴങ്ങളൊക്കെ വന്നവൻ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നൽകി അനുഗ്രഹിക്കട്ടെ. നാളെ നമ്മുടെ ഖബറിലേക്കും ഇന്ന് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ഉറ്റവരുടെയും ഉടയവരുടെയും ഖബറിലേക്കും ഉപകരിക്കുന്ന സൽക്കർമ്മമായി അള്ളാഹു സുബ്ഹാനഹു വതആല ഇതിനെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അള്ളാഹു സുബ്ഹാനഹു വതആല ഇഹത്തിലും പരത്തിലും നമുക്കൊക്കെ സുഖവും സന്തോഷമൊക്കെ നൽകട്ടെ. ആമീൻ. മുഅ്മിനീങ്ങളെ, ഇന്ന് നമ്മൾ 30ാമത്തെ ജുസ് നമ്മൾ തുടങ്ങുകയാണ്. ഇന്നലെ നമ്മൾ സൂറത്തുൽ മുർസലാത്ത് ഓതി 29ാമത്തെ ജുസ് പൂർത്തിയാക്കി. ഇന്ന് നമ്മൾ 30ാമത്തെ ജുസ് തുടങ്ങി. ഇൻഷാ അല്ലാഹ് ഇനി നോമ്പ് 1-ൻ്റെ അന്ന് നമുക്ക് വഴങ്ങണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പല ആളുകളും ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. മജ്ലിസിലേക്ക് ഹദിയകൾ അയച്ചു തന്നവരുണ്ട്. പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. 1, 2, 3, 4, 5, 6 ഖത്തം വരെ ഓതുന്നവരൊക്കെ ഉണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല ഓതുന്നവർക്ക് അത് പൂർത്തിയാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നഫീസ ഉമ്മ കക്കാട് മജ്ലിസിലേക്ക് ഹദിയ അയച്ചു തന്ന ഉമ്മയാണ്. ഉമ്മക്ക് ചെറിയ അസുഖങ്ങൾ പ്രയാസങ്ങളൊക്കെ ഉണ്ട്. ടെസ്റ്റിന് അയച്ചിട്ടുണ്ട്. അസുഖത്തിൻ്റെ സ്ഥിരീകരണം അറിയാൻ വേണ്ടി, അതിലൊന്നും ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല പ്രിയപ്പെട്ട ഉമ്മയുടെ പ്രയാസം വിഷമമൊക്കെ അല്ലാഹു സലാമത്ത് നൽകി ഈ പരിശുദ്ധമായ ഖത്മുൽ ഖുർആൻ മജ്ലിസിൻ്റെ ബർക്കത്ത് കൊണ്ട്, ഈ മജ്ലിസിൽ ഓതുന്ന പ്രിയപ്പെട്ട ഉമ്മമാരുടെ ഉപ്പമാരുടെ ഒക്കെ ബർക്കത്ത് കൊണ്ട്, പരിശുദ്ധ ഖുർആനിൻ്റെ ഒക്കെ ബർക്കത്ത് കൊണ്ട് ആ ഉമ്മയുടെ അസുഖത്തിന് പ്രയാസങ്ങൾ വിഷമങ്ങളൊക്കെ അല്ലാഹു സലാമത്ത് നൽകി ടെസ്റ്റിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു സന്തോഷ വാർത്ത അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ നമ്മുടെ ബിയാത്തുമ്മ വടകര അവരുടെ ചെറിയൊരു വാട്സപ്പ് ഗ്രൂപ്പിലുള്ള പിന്നെ ഒരു സഹോദരിയുടെ ഓപ്പറേഷനാണ്. തലവേദനയാണ് പ്രശ്നമുണ്ടായിരുന്നത്. ഇതിനു മുമ്പ് തലക്കൊരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അന്ന് ഭർത്താവൊക്കെ ഉണ്ടായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ഓപ്പറേഷൻ്റെ വക്കിലാണുള്ളത്. ഇപ്പോൾ ഉപ്പയും ഭർത്താവും 2 പേരും മരണപ്പെട്ടു. പാവപ്പെട്ടൊരു ഫാമിലിയാണ്. സാമ്പത്തിക പ്രയാസങ്ങൾ ഉള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് ഓപ്പറേഷനൊക്കെ സക്സസ് ആകാനും ഓപ്പറേഷൻ്റെ കാര്യങ്ങളൊക്കെ സാമ്പത്തികമൊക്കെ റാഹത്താകാനും അസുഖങ്ങൾ പരിപൂർണ്ണ ശിഫയാകാനൊക്കെ വേണ്ടി പ്രത്യേകം ദ്വാരക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സലാമത്ത് നൽകി ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. പ്രയാസങ്ങൾ പ്രതിസന്ധികളിൽ നിന്നൊക്കെ നാം ഓതുന്ന പരിശുദ്ധ ഖുർആൻ്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു സലാമത്ത് നൽകട്ടെ. അതുപോലെ വിയാത്തുമ്മയുടെ പിന്നെ അനിയൻ്റെ മരണപ്പെട്ടു പോയ അനിയൻ്റെ മകൾക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ, ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. ആമീൻ. അതുപോലെ ഐഷ അബൂട്ടി 1,00,000 സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്. കുടുംബത്തിലെ രോഗികളുടെ രോഗങ്ങൾ മാറാൻ, രോഗശമനത്തിന്. അതുപോലെ ഐഷമ്മക്ക് വീടില്ല, വാടക വീട്ടിലാണ് താമസിക്കുന്നത്. റാഹത്തായ വീടുണ്ടാകാനും മുറാദ് ഹാസിലാകാനൊക്കെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല സലാമത്ത് നൽകി രോഗങ്ങൾക്ക് ശിഫ നൽകി പ്രയാസങ്ങൾ പ്രതിസന്ധികളൊക്കെ അല്ലാഹു രക്ഷ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ പലവരും മജ്ലിസിലേക്ക് ഹദിയ അയച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഖദീജ ഹജ്ജുമ്മ 2 ഖത്ത് ഓതുന്നുണ്ട്. ഭർത്താവിനും കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കൊക്കെ വേണ്ടി, അതുപോലെ അവരുടെ മാതാപിതാക്കൾക്കും മറ്റു കുടുംബാദികൾക്കും വേണ്ടി മഗ്ഫിറത്തിനായി ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹദിയ അയച്ചിട്ടുണ്ട്. അല്ലാഹു അയച്ച ഹദിയ കബൂൽ ചെയ്യട്ടെ. അർഹമായ പ്രതിഫലം ഇഹത്തിലും പരത്തിലും നൽകി അനുഗ്രഹിക്കട്ടെ. ഈ മജ്ലിസിലേക്ക് ആരൊക്കെ ഹദിയ അയച്ചിട്ടുണ്ടോ അതൊക്കെ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അവരുദ്ദേശിച്ച പ്രതിഫലം ഉദ്ദേശിച്ചവരുടെ ഖബറിടത്തിലേക്ക് അല്ലാഹു എത്തിച്ചു നൽകട്ടെ. ഓദിയ ഖത്തം ഒക്കെ അല്ലാഹു കബൂൽ ചെയ്യട്ടെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ ഹദറത്തിലേക്ക് അതിൻ്റെ പ്രതിഫലം അല്ലാഹു എത്തിച്ചു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ മരിച്ചുപോയ ഭർത്താവിൻ്റെ ഖബറിലേക്കും അല്ലാഹു എത്തിച്ചു നൽകട്ടെ. ആമീൻ. സുലേഖ പൊട്ടച്ചിറ ഹദിയ അയച്ചിട്ടുണ്ട്. കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കൊക്കെ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഉമ്മ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അവർ ഖത്തം ഓതുന്നുണ്ട്. അല്ലാഹു കബൂൽ ആകട്ടെ. ഞാൻ ബന്ധമുള്ളൊരു കുടുംബമാണ്. അള്ളാഹു ആ കുടുംബത്തിന് മരിച്ചു എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ. അവരുടെയും അവരുടെ സുലൈഖ, അവരുടെ അഞ്ചത്തിൻ്റെ കുട്ടി, അങ്ങനെ തുടങ്ങി രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന പലവരുമുണ്ട്. അള്ളാഹു അവർക്കൊക്കെ സലാമത്തും ഷിഫാവും നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ നമ്മുടെ മലിഹ ബീവി കൊല്ലം 4 ഖത്തമാണ് ഓതുന്നത്. 1 വാപ്പാക്ക് വേണ്ടി, 1 മുത്തുനബിക്ക് വേണ്ടി, 1 അജ്മീർ ഹാജപ്പാപ്പാൻ്റെ പേരിലാണ് ഓതുന്നത്. 4ാമത്തെ ഖത്തം ഉമ്മാക്ക് വേണ്ടിയാണ്. അത്
അവരുടെ ആണ്ട് വരുന്ന ദുൽഹജ്ജ് മാസമാണ്, അന്നൊക്കെ വഴങ്ങാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഹദി അയച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യട്ടെ. ഒരു ഖത്തം ചെറുമോൻ്റെ അസുഖമൊക്കെ മാറാൻ വേണ്ടി നിയ്യത്ത് ചെയ്ത് അജ്മീർക്ക് ഓതുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർ ഓതുന്ന ഖത്തമുകളൊക്കെ പൂർത്തിയാക്കാവുന്ന തൗഫീഖ് നൽകട്ടെ. ഖത്തമുകളിൽ നിന്ന് എന്തെങ്കിലും പാകപ്പിഴകൾ സംഭവിച്ചുകൊണ്ട് അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നൽകി അനുഗ്രഹിക്കട്ടെ. മുത്തുനബിയുടെ ഹളറത്തിലേക്കും അതുപോലെ തന്നെ മരിച്ചുപോയവരുടെയൊക്കെ ഹളറത്തിലേക്കും അജ്മീർ ഹളറത്തിലേക്കൊക്കെ ഓതിക്കൊണ്ടിരിക്കുന്ന ഓതി പൂർത്തിയാക്കിയ ഖത്തമുകളൊക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അതുപോലെ സാമ്പത്തിക ഉറവിട മേഖലകളിലൊക്കെ അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. അവരയച്ചു തന്ന ഹദിയയുടെ പ്രതിഫലം അവരുടെ മരണപ്പെട്ടുപോയവരുടെയൊക്കെ കബറിടത്തിലേക്ക് അള്ളാഹു എത്തിച്ചു നൽകി അനുഗ്രഹിക്കട്ടെ. രോഗങ്ങൾക്ക് അള്ളാഹു ഷിഫ നൽകട്ടെ. മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി ഇരുലോക വിജയികളിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇതുപോലെ പലവരും ദുആവസിയത്തുകൾ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹദിയകൾ അയച്ചവരുണ്ട്. ഇൻഷാ അള്ളാഹ് നോമ്പ് ഒന്നിനു മുമ്പ് ഞാൻ വീണ്ടും പറയാണ്, ഓതാൻ ബാക്കിയുള്ളവരൊക്കെ ഓതണം. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, ഇന്ന് വ്യാഴാഴ്ച ദിവസമാണ്. ഇൻഷാ അള്ളാഹ് ഇശാന് മുമ്പായിക്കൊണ്ട് പരമാവധി ദിക്ർ സലാത്തുകളൊക്കെ ചൊല്ലിയത് കഴിഞ്ഞ ആഴ്ച കൂടി ചൊല്ലിയത് കൂട്ടിയിട്ട് ഈ പ്രാവശ്യത്തെ വോയിസിൽ വിടണം. കഴിഞ്ഞ ആഴ്ച ചൊല്ലിയത് ഇപ്രാവശ്യം ചൊല്ലിയും കൂടി ഒരുമിച്ച് പറഞ്ഞാൽ മതി. ഇത്ര ദിക്ർ ഇത്ര സ്വലാത്ത് ഇന്നെ ചൊല്ലിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വോയിസ് വിടണം. ഇൻഷാ അള്ളാഹ്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ പേരിൽ ഫാത്തിഹ ഖിലാസ് മുവദ്ദത്തൈൻ ഓതി നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. إلى حضرة نبينا سيدنا وشفينا وحبيبنا ومنجينا ومرشدنا وهادينا محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. رب اغفر لي. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. آمين. الحمد لله الحمد لله الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم صل على محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم أوصل بلغ مثل ثواب ما قرأناه من القرآن العظيم. هذه هدية واصلة ورحمة نازلة وبركة شاملة منا إلى حضرة نبينا سيدنا وحبيبنا ومنجينا مرشدنا وهدينا محمد صلى الله عليه وسلم. اللهم إلى أرواح جميع الأنبياء والمرسلين. اللهم إلى أرواح أصحاب البدريين وسائر صحابة رسول الله صلى الله عليه وسلم. اللهم إلى أرواح صالحين وصديقين والشهداء وأولياء الله تعالى كلهم أجمعين. اللهم زد لهم شرفا على شرفهم وفضلا على فضلهم وكرامة تليق بأعلى درجاتهم يا رب العالمين. اللهم سلمنا وسلم أهلنا في الدارين وبحقوق هؤلاء الشرفاء العظماء المذكورين. പടച്ചവനെ ലോകരക്ഷിതാവായ റഹ്മാനായ അല്ലാഹ്, ഞങ്ങളോട് ഒരുമിച്ച് കൂടിയത് നിന്റെ പരിശുദ്ധമായ ഖുർആൻ ശരീഫ് നിന്റെ കലാമ് പാരായണം ചെയ്തൊക്കെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ അറിവില്ലാത്തവരാണ്, വിവരമില്ലാത്തവരാണ്, നന്നായി ഖുർആൻ ഓതാൻ അറിയാത്തവരാണ്. റബ്ബേ, ഞങ്ങളുടെ ഖുർആൻ പാരായണത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളൊക്കെ വിട്ടുപുറത്തു മാപ്പാക്കണേ റഹ്മാൻ. അല്ലാഹു നിന്റെ മഹ്ലു ഫദ്ൽ കൊണ്ട് അല്ലാഹ് പരിശുദ്ധ ഖുർആന്റെ അഹ്ലുകാലിൽ നീ ഉൾപ്പെടുത്തണേ റഹ്മാൻ. ഖുർആൻ കൊണ്ട് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഖുർആന്റെ
ശഫാഅത്ത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിലൊക്കെ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. റഹ്മാനായ റബ്ബേ അല്ലാഹുവേ, നിന്റെ മഹദ് ഫദ്ൽ കൊണ്ട് അല്ലാ ഞങ്ങളിൽ മരണപ്പെട്ടുപോയവർക്കൊക്കെ നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. അവരുടെയൊക്കെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ റഹ്മാന്. ഞങ്ങളോട് ചൊല്ലിയതിൻ്റെ ഓതിയതിൻ്റെ ഒക്കെ സവാബിന് അവരുടെ പ്രതിഫലം അവരുടെ ഖബറിടത്തിലേക്ക് എത്തിച്ചു കൊടുത്ത് റബ്ബെ അവരുടെ ഖബറൊക്കെ നീ സന്തോഷത്തിനും റാഹത്തിനും സ്വർഗീയ ആനന്ദങ്ങളും നേരം പോക്കളും നിറക്കപ്പെട്ട ഖബറാക്കി കൊടുക്കണേ റഹ്മാനെ. അവരോടൊപ്പം നാളെ നിന്നെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഖത്മുൽ ഖുർആൻ മജ്ലിസിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാർ, ഉമ്മമാർ, സഹോദരി സഹോദരന്മാർ അല്ലാഹു, എല്ലാവരും നിനക്കറിയാമല്ല അല്ലാഹ്. അവരുടെ ജീവിതത്തിലെ പ്രയാസം നിനക്കറിയാമല്ല അല്ലാഹ്. അവരുടെ ജീവിതത്തിലെ ദുഃഖങ്ങൾ, വിഷമങ്ങൾ, സങ്കടങ്ങൾ നിനക്കറിയാമല്ല റബ്ബേ. അവർ അനുഭവിക്കുന്ന രോഗങ്ങൾ, അവരനുഭവിക്കുന്ന സാമ്പത്തിക പ്രയാസങ്ങൾ, അവരനുഭവിക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ, അവർ അനുഭവിക്കുന്ന മാനസികമായ വിഷമങ്ങൾ എല്ലാം അറിയുന്ന അല്ലാഹ്, നിന്റെ പരിശുദ്ധമായ ഖുർആൻ ശരീഫ് പാരായണം ചെയ്ത് ഈ പുണ്യമായ ദിവസം റബ്ബേ നിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തി ഞങ്ങൾ ദുആ ചെയ്യുന്നു. നീ ഞങ്ങളെ എല്ലാവരുടെയും മുറാദുകൾ ഹാസിലാക്കി നൽകണേ അല്ലാഹ്. എല്ലാവരുടെ രോഗങ്ങൾക്കും ശിഫ നൽകണേ അല്ലാഹ്. എല്ലാവരുടെയും പ്രയാസങ്ങൾ, വിഷമങ്ങളിൽ നിന്നൊക്കെ സലാമത്ത് നൽകി ഖൈറ് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അബ്ബേ, പലവരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. മരണപ്പെട്ടു ഉപ്പാക്ക് വേണ്ടി, ഉമ്മാക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി ദ്വാരക്കണേ എന്ന് പറഞ്ഞ് അള്ളാഹു എൻ്റെ ഉപ്പയും എൻ്റെ ഉമ്മയും എൻ്റെ സഹോദരൻ, എൻ്റെ അമ്മാശൻ, എൻ്റെ ഉസ്താദുമാരൊക്കെ മരിച്ചു പോയിട്ടുണ്ട്. എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. അവിടെ നാളെ ഞങ്ങളെ ഖബറൊക്കെ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. റബ്ബേ, കടം കൊണ്ടൊക്കെ വിഷമിക്കുന്നവരുണ്ട്, ഞങ്ങൾക്ക് വീട്ടാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. കടക്കാരായിക്കൊണ്ട് ഞങ്ങളാരെയും നീ മരിപ്പിക്കല്ല അല്ലാഹ്. റബ്ബേ, ഞങ്ങളൊക്കെ മഈശത്തിന്റെ മേഖലയിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ചെയ്യുന്ന ജോലിയിലെ റബ്ബേ റാഹത്തും ബർക്കത്തും സന്തോഷവും നൽകണേ അല്ലാഹ്. കിട്ടുന്ന സമ്പത്തിന് നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കുടുംബജീവിതം, ഞങ്ങളുടെ മക്കളുടെ കുടുംബജീവിതം ഒക്കെ നന്നാക്കി തരണേ റഹ്മാനെ. അള്ളാഹുവെ, മക്കളില്ലാതെ വിഷമിക്കുന്നവരുടെ സ്വാലിഹ്യങ്ങളായി മക്കളെ കൊടുക്കണേ അല്ലാഹ്. അള്ളാഹുവെ, നിന്റെ മഹദ് ഫദ്ൽ കൊണ്ട് വിവാഹം നടക്കാതെ വിഷമിച്ചിരിക്കുന്നവരുടെ ഖൈറായ ഇണകൾ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. വീട് പണി തുടങ്ങി വെച്ചവരുണ്ട്, പൂർത്തിയാക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. വീടില്ലാതെ വിഷമിക്കുന്നവരുടെ റാഹത്തായ വീട് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഖത്മുൽ ഖുർആൻ മജ്ലിസിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാർ, ഉമ്മമാർ, അവിടെയൊക്കെ മുറാദ് നിനക്കറിയാം. അവരുടെ മനസ്സിലെ വിഷമവും പ്രയാസവും സങ്കടവും ഒക്കെ അറിയുന്ന അല്ലാഹ്. എല്ലാ വിഷമതകൾക്കും നീ സലാമത്തും സന്തോഷവും നൽകണേ അല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ടവർ റബ്ബേ, ദിക്റും സലാത്തുകളൊക്കെ ചൊല്ലിക്കൊണ്ട് മുടങ്ങാതെ വിടുന്നവരുണ്ട് റബ്ബേ. 2 ആഴ്ച എത്തുമ്പോൾ വിടുന്നവരുണ്ട്. ഓരോ ദിവസവും ചെല്ലുന്ന ദിക്റുകളും സലാത്തുകളും കലണ്ടറിൽ എഴുതി വെച്ച് വ്യാഴാഴ്ച ദിവസമാകുമ്പോഴേക്കും അതൊക്കെ ഇങ്ങനെ കൂട്ടി നോക്കി മൊത്തം സലാത്തിൻ്റെ എണ്ണം ഞാനും എൻ്റെ കുടുംബവും കൂടി ഇത്ര സലാത്ത് ചൊല്ലി, ഞങ്ങൾ ഇത്ര സലാത്ത് ചൊല്ലി എന്ന് പറഞ്ഞു വിടുമ്പോൾ റബ്ബേ, ആ സലാത്തുകളൊക്കെ മുൻനിർത്തിക്കൊണ്ട് നിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തി ഞങ്ങളെ പ്രാർത്ഥിക്കാറുണ്ട്. അല്ലാഹു, ഞങ്ങളെ ദുആകളൊക്കെ നീ ഖബൂലാക്കണേ അല്ലാഹ്. പരിശുദ്ധ ഖുർആൻ കൊണ്ട് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. പ്രത്യേകിച്ച് ഖത്മുൽ ഖുർആൻ മജ്ലിസിലേക്ക് റബ്ബേ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, മജ്ലിസിലേക്ക് ഹദിയകൾ നൽകി ദുആ ചെയ്യണമെന്ന് പറഞ്ഞവർ, മരണപ്പെട്ടു പോയവരുടെ മഗ്ഫിറത്തിന് വേണ്ടി അവരുടെ പേരിൽ ഹദിയ ചെയ്ത എല്ലാവരെയും ഖബൂലാക്കണേ അല്ലാഹ്. അർഹമായ പ്രതിഫലം ഇഹത്തിലും പരത്തിലും നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, പരിശുദ്ധമായ മജ്ലിസിനെ ലിങ്കുകളും ഷെയർ ചെയ്ത് കൊടുക്കുന്നവർ, ദിക്ർ സലാത്തുകൾ ചൊല്ലിക്കൊണ്ട് മജ്ലിസിനെ ഹയാത്താക്കുന്നവർ എല്ലാവരും നീ ഖബൂലാക്കണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളുടെ ഹൃദയത്തിന് നീ ഈമാനികമായ വെളിച്ചം നൽകണേ അല്ലാഹ്. ദീനുള്ള അഹ്ലുകാരാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ സന്താനങ്ങളിൽ, ഭാര്യമാരിൽ, ഭർത്താക്കന്മാരിൽ, സമ്പത്തിലൊക്കെ ബർക്കത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ റബ്ബേ, ഞങ്ങളുടെ വീടുകളിലും ഞങ്ങളുടെ വീടുകളിലും ഞങ്ങളുമായി ബന്ധപ്പെട്ട വീടുകളിലും ഒക്കെ ഈമാനികമായ അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെയൊക്കെ നീ നന്നാക്കി തരണേ റഹ്മാനെ. മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും മർദിയായ സിയാറത്തൊക്കെ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഹജ്ജ് ചെയ്യാതെ, ഉംറ ചെയ്യാതെ, മർദിയായ സിയാറത്ത് ചെയ്യാതെ റബ്ബേ ദുനിയാവിൽ നിന്ന് വിട്ടുപോകേണ്ട ഒരു അവസ്ഥയിലേക്ക് ഞങ്ങളെ നീ എത്തിക്കല്ല അല്ലാഹ്. അല്ലാഹുവേ, അവസാന സമയം നിന്റെ ഹബീബിനെ കണ്ടുകൊണ്ട് സന്തോഷിച്ച് കലിമ ചൊല്ലിക്കൊണ്ട് മരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ബിഹഖി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വആലി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഹാബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ഇഗ്ഫിർ ലനാ വർഹംനാ വലിവാലിദീനാ വലിമൻ മാതു മിന്നാ
يا أرحم الراحمين. صلى الله تعالى وسلم على خير خلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരമാവധി ദിക്ർ സലാത്തുകളൊക്കെ ചൊല്ലി ഇൻഷാ അല്ലാഹ് ഇന്ന് ഇശാന് മുമ്പായിക്കൊണ്ട് അറിയിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.